Hey guys, welcome back to our channel Ranger Vibe. So നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വയനാട് എത്തി. സോ വയനാട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് വയനാട്ടിലെ രാവിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ നല്ല കോടമഞ്ഞുണ്ട് പക്ഷെ അത്ര തണുപ്പില്ല, പക്ഷെ നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. സോ നമുക്ക് കണ്ടാലോ. ഇത് മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുക, അവിടെ ഒന്നും കുഴപ്പമില്ല, ഈ ഭാഗം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലത്തെ സ്റ്റേ അത് സൂപ്പറായിരുന്നു. നമ്മളൊരു ബുക്ക് ചെയ്തല്ല, ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്തത്. സോ ഇന്നലത്തെ സ്റ്റേ സൂപ്പറായിരുന്നു. നമ്മൾ ആ റൂമിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട്. സോ ഇന്നലത്തെ സ്റ്റേ സൂപ്പറായിരുന്നു. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മൾ വയനാട്ടിലത്തെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ പോവാണ്, വയനാട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ വയനാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. സോ ഗൈസ്, നമ്മൾ വയനാട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു എത്ര മണിയായി? 8:36, 8:30. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാണാം. നമ്മളിതാ വയനാട് കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. അല്ല, വയനാട് ഫുഡ് കഴിച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? പിന്നെ നിങ്ങൾ ടൗണിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ റേറ്റിനുള്ളത് പുതിയത്ത് ക്യാൻറ്റീനാണ്. നല്ല അഫോർഡബിൾ റേറ്റും സൂപ്പർ ഫുഡുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അവിടെയാണ് വരുന്നത് പുതിയത്ത് ക്യാൻറ്റീൻ. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണുമ്പോൾ കാണാൻ പറ്റും. അവിടെയാണ്, കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് പുതിയത്ത് ക്യാൻറ്റീൻ പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഞാൻ സൂം നമുക്ക് ആ ഹോട്ടലിൽ തന്നെ കഴിക്കാൻ തോന്നുന്നു. അമ്മ ഒരു മിനിറ്റ്, ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ? നമ്മളിവിടെ വന്നിട്ട് ബഹോറ ഡാം. അപ്പൊ ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ബസോറ ഡാമിലാണ്. സൂപ്പർ ഡാം. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. എൻട്രൻസ് ഫീസ് അവർ എടുക്കുകയാണ് കേട്ടോ. അതെ, നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. കാരണം എൻട്രൻസ് കൊള്ളാം, നിറയെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് കുറെ കടയിലെ വാങ്ങാൻ ചെയ്യും. സൂപ്പർ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വയനാട്ടില് ബൻസൂറ ഡാമിലാണ്. സോ ഇപ്പൊ നമ്മള് ബോട്ടിങ്ങിന് പോവാണ്. സോ ഇതില് എന്താണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ടിന് 14 ചിൽഡ്രൻസിന് 20 ആണ്. സോ നമുക്ക് ഇനി ബോട്ടിങ്ങിന് പോകുമ്പോ കാണാം. എല്ലാവരും ഉണ്ട് ഇവിടെ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പാർക്ക് വരുന്നത്. ഗൈസ് സ്റ്റെപ്പ് കയറുകയാണ്. അടിപൊളി വ്യൂ. നൈസ് വ്യൂ ഗൈസ്, നല്ല രസമുണ്ട്. ഈ വഴിയൊക്കെ സൂപ്പർ ഉണ്ട് കേട്ടോ. ബോട്ടിങ് നല്ല നടക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചതല്ലോ, നിറയെ നടക്കാനുണ്ട്. ഞാൻ രാവിലെ വരുന്നെന്ന് ഒരിക്കലും പറയില്ല. ഈവനിങ് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഉച്ചയ്ക്ക് അഥവാ വരികയാണെങ്കിൽ ബസ്സിൽ വന്നാ മതി, നടന്നു വരരുത്. അപ്പൊ ഗൈസ്, ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വയസ്സായതിനെ കൊണ്ട് മിക്കവാറും ആരും നടന്നു വരാൻ നിൽക്കേണ്ട വയസ്സായവര്, പ്രത്യേകിച്ച് ഇതിലൊക്കെ വരിക. പിന്നെ കുട്ടികൾക്കൊക്കെ ഓക്കെയാണ്, വയ്യാന്നുണ്ടെങ്കിൽ ബസ്സിൽ വരിക, അത്ര വരെ. സോ അപ്പോൾ ഗൈസ്, നമ്മളിതാ മറ്റേ ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് ചെയ്യണം. ഇവിടെ ഒരു QR കോഡ് തരും, അതിൽ ബുക്കിംഗ് ചെയ്തിട്ട് വേണം സ്പീഡ് ബോട്ടിൽ പോകാൻ. ബാക്കി നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. അവിടെ ചെക്കൗട്ട് ചെയ്യാണ്. നമ്മൾ 7 പേരിൻ്റെ ബോട്ടും പിന്നെ 5 പേരിൻ്റെ ഒരു ഇതും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സ്പീഡ് കൊടുത്തു. ഞങ്ങൾ പിള്ളേർ മാത്രം 5 ബോട്ട്, അങ്ങനെ 5 പേര്. 5 ബോട്ടിൽ 5 പേര്. അതിനെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ചെറുതായിട്ട് പേടിക്കണം. അപ്പോൾ നമ്മുടെ ഫാമിലിയാണ്. സോ ഗൈസ്, ഒരു ജാക്കറ്റ് മാറ്റാണ്. എടുക്ക. ഓക്കെ, ജാക്കറ്റ് കിട്ടും.
ഡാമിൽ വന്നിട്ട് സ്പീഡ് ബോട്ടിൽ പോയി അടിപൊളി എക്സ്പീരിയൻസ് മസ്റ്റ് ട്രൈ. എന്തായാലും സൂപ്പർ ആണ്, നിങ്ങൾ എന്തായാലും പോയിരിക്കണം. കർണാടക ലൈക്ക്